ഇതിന്റെ പിന്നിൽ പല ആളുകളും പ്രവർത്തിക്കാതെ നിൽക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആരും ബെനിഫിറ്റ്, അതിപ്പം മാധ്യമങ്ങളായിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ആരും ഇതിന് ബെനിഫിറ്റ് എടുക്കാൻ നോക്കരുത്. ഇത് രണ്ട് പാവപ്പെട്ട രണ്ട് ഫാമിലീസ് തമ്മിലുള്ള ഒരു പ്രശ്നം. അത് അവർ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലേനും, അതാണ് സത്യം. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലേനും. ഇതിപ്പോ എങ്ങനെ പെട്ടെന്ന് ഉണ്ടായ ഒരു 2-3 ദിവസം കൊണ്ട് ഉണ്ടായ ഒരു വിഷയമാണല്ലോ. പുറത്തിരിക്കുന്നവർക്കാണ് പ്രശ്നം. അതെ, 2-3 ദിവസം കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ്. അത് ഒരു അടിപൊളി, ഒരു നല്ലൊരു സുന്ദരമായ ഒരു സംഭവം ഇനി നടന്നിയത്. ലോകം മൊത്തം വാഴ്ത്തി അല്ലെ ഈ മാതൃകാപരമായ അതൊന്ന് എന്താ പറഞ്ഞ, അതിനൊരു ചെറിയൊരു മങ്ങലേറ്റ് അത്. അപ്പൊ എന്താ പറഞ്ഞാല് നമ്മള് ഒരേ ടൈമിൽ റിയാക്ട് ചെയ്യരുത്. നമ്മൾ ഇതിനെ എന്താ പറഞ്ഞാൽ ഇത്രയും നല്ലൊരു മതസൗഹാർദ്ദപരമായ ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ ഇതേ മതങ്ങൾ തമ്മിൽ തന്നെ ഒരു എന്താ പറയാ ഇതാവാനും പാടില്ല. ഞാൻ എന്തായാലും അതിനെതിരെ തന്നെ, ഞാൻ എൻ്റെ ഫാമിലി അതിനെതിരാണ്. നമുക്ക് എല്ലാം സമൂഹത്തിലുള്ള എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് പോകണം എന്നുള്ള തന്നെ ആഗ്രഹം. അല്ല താങ്കൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാണ് ഈ കേസിനകത്ത് അതാണ് ഇപ്പോഴും ആളുകളുടെ ഒരു സംശയം. ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ പലയിടത്തു നിന്ന് പല രീതിയിലുള്ള പ്രതികരണമുണ്ട്. ഇപ്പം ആ കുടുംബത്തിനെതിരെ സ്ത്രീകൾക്കെതിരെയൊക്കെ അധിക്ഷേപിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ താങ്കൾ എന്താണ് ചെയ്തതെന്ന്? ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനിതൊക്കെ പരമാവധി ഒഴിവാക്കാനല്ലേ നോക്കിയത്. നമ്മളെ ഫാമിലി മൊത്തം നിന്നിട്ട് ഇവർക്ക് അനുകൂലമായിട്ടേ നിന്നിട്ടുള്ളൂ. ഇവരാരും ക്രൂശിക്കരുതെന്ന് തന്നെയാണ് നമ്മളെ മൊത്തം ഫാമിലിന്റെ അഭിപ്രായം. അത് നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഇനി താങ്കൾ എങ്ങനെ പ്രതിയായെന്നുള്ളതാണ് അറിയില്ല. വീണ്ടും ഈ ഒരു വിഷയത്തില് ക്യാമറക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നതിൽ തന്നെ ഞാൻ മനപ്രയാസം എനിക്കുണ്ട്. അപ്പൊ ദയവ് ചെയ്തിട്ട് ഇത് നമ്മൾ രണ്ടു കൂട്ടരും എന്താ പറഞ്ഞാൽ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്ന് അങ്ങനെ ശീലമുള്ള ആളുകളല്ല. രണ്ട് ഫാമിലിയും നമ്മളതായ ലൈഫിലേക്ക് വിടുക എന്നുള്ളതാണ് നമ്മളെ ദൗത്യം. കഴിഞ്ഞിക്കണ്. അർജുനെ നമ്മള് മൊത്തം കേരളം ചേർന്ന് ഇവിടെ അവരെ വീട്ടിലെത്തിച്ച് നമ്മൾ ആ ദൗത്യം മൊത്തം ഈ കേരളം സക്സസ്ഫുള്ളായി തീർത്തതാ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഇങ്ങനൊരു ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിൽ പോലും ഇങ്ങനൊരു പരാതിയോ കേസോ താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ? അതാണല്ലോ ഇപ്പം വന്നേക്കുന്ന പ്രശ്നം. കേസെടുത്താണല്ലോ വിഷയം വീണ്ടും ചർച്ചയാക്കി. അറിയില്ല അതിനെ പറ്റിയിട്ട്. ഞാനൊന്നും ഇന്നതുവരെ പോലീസ് വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ ആ കേസിനെ പറ്റി ഞാൻ അതിന്റെ ഇതുപോലും നോക്കിയിട്ടില്ല. എന്താ വകുപ്പെന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കിയില്ല. എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ അതൊന്നും അതിപ്പോ എന്തായാലും കുഴപ്പമില്ല അല്ലെ, അതെന്ത് രീതിയായാലും കുഴപ്പമില്ല. പക്ഷെ എന്താ പറഞ്ഞാല് ഇതൊരു വേറെ തലത്തിലേക്ക് പോവരുത്. എന്താണ് ഈ സമൂഹത്തിനെ ഒന്നാക്കി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളൻ വിഷയത്തിൽ തന്നെ രണ്ട് ചേരിയായിട്ട് നിന്ന് കഴിഞ്ഞാല് അത് പിന്നെ ഞാൻ ഇത്രയും കാലം എടുത്ത എഫേർട്ട് വെറുതെ ആയിപ്പോവും. ഈ കുടുംബത്തോട് സംസാരിക്കുന്നുണ്ടോ ഇപ്പം? ഈ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഈ സമയം വരെ ആ വീട്ടിലേക്ക് പോവാ. നിങ്ങൾ വണ്ടി എടുത്തോളി, നമുക്ക് ഓരോ വീട്ടിൽ പോയി തരാം, നോ പ്രോബ്ലം. ഞാൻ അതിലൊന്നും എന്നോട് ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. അവർക്കൊരു ബുദ്ധിമുട്ട് വരരുത്, അത്രേ ഉള്ളൂ. അല്ലെ സംസാരം നടക്കുന്നുണ്ടോ ഈ നിലവിൽ പറഞ്ഞു തീർക്കാനുള്ള ആശയക്കുഴപ്പം? അതൊക്കെ ചെയ്യേണ്ടവർ ചെയ്യുന്നുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കേസല്ല, നടക്കും. നമുക്കിത് ഇന്നലത്തോട് കൂടി തീർന്നതിന് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും തീർക്കുക. അല്ല എന്താണ് സമൂഹത്തോട് ഇപ്പൊ ഇത് ഈ താങ്കൾക്കെതിരെ കേസെടുത്തെന്നുള്ള വാർത്ത കാണുമ്പോഴും അതിനിടയിൽ ഒരുപാട് പേര് കമന്റുകൾ, അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ അതിനൊന്നും ഞാൻ ഒരു മറുപടി പറയാൻ്റെ ആവശ്യമില്ല. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല കമന്റ് ഇടുന്നവർക്കല്ല പ്രശ്നം ഞാൻ കാണുന്നത്.